ബ്രേക്ക് ത്രൂ കൊടുത്തതായ കർത്താവ് എന്റെ ജീവിതത്തിലെ ബ്രേക്ക് ത്രൂ തരുമെന്ന് വിശ്വസിക്കുന്ന ഒരു കരങ്ങളിൽ സ്തോത്രം ചെയ്യാണ്. ദൈവോത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പിൻ, യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുപ്പിൻ. അതിന്റെ 3 മുതൽ 9 വരെയുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ യഹോവയുടെ ശബ്ദം ഉണ്ടാക്കുന്നതായ അത്ഭുതങ്ങളെ കുറിച്ച് വളരെ അലങ്കാരമായി പ്രതിപാദിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിന്റെ 10-ാം വാക്യത്തിൽ കടന്നു വരുമ്പോൾ ഒറ്റ വാക്യത്തിൽ യഹോവയുടെ മഹത്വത്തെക്കുറിച്ച് പറയുന്നുണ്ട്. യഹോവ ജലപ്രളയത്തിന് മീതെ ഇരുന്ന് യഹോവ എന്നേക്കും രാജാവായി ഇരിക്കുന്നു. അവന്റെ വലിയ മഹത്വം നമുക്ക് ആ 10-ാം വാക്യത്തിൽ കാണുവാൻ സാധിക്കും. അതിനുശേഷം അതിന്റെ ഏറ്റവും ഒടുവിലത്തെ 11-ാം വാക്യത്തിലെ യഹോവ താൻ ജനത്തിന് നന്മകൾ നൽകുന്നു എന്ന് പറഞ്ഞ് അവസാനിക്കുന്നതായ ഒരു കൊച്ച സങ്കീർത്തനമാണ്. ഇവിടെ 1-ാം വാക്യം, ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പീൻ, യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുക്കും. അപ്പോൾ അങ്ങോട്ട് നമ്മള് ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ ഇങ്ങോട്ട് നമ്മളിലേക്ക് ഇറങ്ങി വരുന്ന ഒരു മഹത്വമുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നു? അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടത്. നമ്മള് ദൈവസന്നിധിയില് ദൈവമക്കളെ കടന്നു വരുമ്പോൾ അങ്ങോട്ട് നമ്മൾ മഹത്വം കൊടുക്കുമ്പോൾ ഹല്ലേലൂയ എന്നിലേക്ക് നിന്നിലേക്ക് ഇറങ്ങി വരുന്നതായ ഒരു വലിയ മഹത്വമുണ്ട്. ആ മഹത്വത്തിനായി നമുക്ക് ആരെങ്കിലും നമ്മുടെ കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. പലപ്പോഴും നമ്മളെ അങ്ങോട്ട് പലതും ആവശ്യപ്പെടാറുണ്ട്. പല ലിസ്റ്റും കൊണ്ടാണ് പലരും വരുന്നത്. നമ്മുടെ പ്രാർത്ഥനയിലും ആരാധനയിലൊക്കെ നമ്മളെ ഇങ്ങോട്ട് വലതും കർത്താവ് തരണം എന്നുള്ളതായ ചിന്തയിലാണ് പാടുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത്. എന്നാൽ അതൊന്ന് മാറ്റിവെച്ചതിന് ശേഷം നമ്മുടെ പ്രയോറിറ്റി ഇതായിരിക്കണം, ഞാൻ എൻ്റെ കർത്താവിന് മഹത്വം കൊടുക്കും. യെസ്, ഞാനും നീ യഥാർത്ഥമായിട്ട് ഹല്ലേലൂയ ഹല്ലേലൂയ നല്ല ആത്മാർത്ഥമായിട്ട് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ ഹല്ലേലൂയ അവന്റെ മഹത്വം ഇറങ്ങി വന്ന് എന്നെ നിന്നെ തൊടും. അവന്റെ മഹത്വം എന്നെ നിന്നെ സന്ദർശിക്കും. അവന്റെ മഹത്വം എന്നെ നിന്നെ സ്പർശിക്കും. ആ മഹത്വമാണ് നമ്മളെ സൗഖ്യമാക്കുന്നത്. ആ മഹത്വമാണ് നമ്മളെ ബലപ്പെടുത്തുന്നത്. ആ മഹത്വമാണ് എന്നെ നിന്നെ ഉയർത്തുന്നത്. ആ മഹത്വമാണ് എന്നെ നിന്നെ അനുഗ്രഹിക്കുന്നത്. അതിനുശേഷം താഴോട്ട് വായിച്ച് വരുമ്പോൾ നമുക്ക് അവിടെ അതിന്റെ 2 മുതലുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിന്റെ 7 പ്രാവശ്യം ശബ്ദം എന്നുള്ള വാക്ക് തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഈ സങ്കീർത്തനത്തിന്റെ പ്രധാന പ്രമേയം എന്തുവാണ്? ദൈവത്തിന്റെ ശബ്ദത്തെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. പറയാണ് ഹല്ലേലൂയ, ദൈവ ശബ്ദം മനുഷ്യൻ പ്രതീക്ഷിക്കാത്ത ഇടത്തും വിധത്തിലും എന്തുവാണ് ഹല്ലേലൂയ പ്രവർത്തിക്കുവാൻ കഴിവുള്ളതാണ് ദൈവത്തിന്റെ ശബ്ദം. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. വിശ്വസിക്കുന്ന കരങ്ങളെടുത്ത് സ്തോത്രം ചെയ്യട്ടെ. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഹല്ലേലൂയ 3-ാം വാക്യം, യഹോവയുടെ ശബ്ദം വെള്ളത്തിന്മീതെ മുഴങ്ങുന്നു, പെരുവെള്ളത്തിന്മീതെ യഹോവ മഹത്വത്തിന്റെ ദൈവം തന്നെ ഇടി മുഴക്കുന്നു. നമുക്ക് ഇവിടെ ഒരു സങ്കീർത്തന ഭാഗം പറയുന്നുണ്ട്, ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളില് ഉണ്ട്. നമ്മൾ താഴോട്ട് വീട് വായിച്ചിരുമ്പോൾ അതിന്റെ 5-ാം വാക്യം പറയുന്നു, യഹോവയുടെ ശബ്ദം ദേവദാരുക്കളെ തകർക്കുന്നു. ഹല്ലേലൂയ. എനിക്കും നിനക്കും തകർക്കുവാൻ കഴിയാത്ത വിഷയങ്ങൾ കർത്താവിന്റെ ശബ്ദത്തിന് തകർക്കുവാൻ സാധിക്കും. The voice of the Lord shake. എനിക്ക് നിനക്കും ഷെയ്ക്ക് ചെയ്യാൻ സാധിക്കാത്തതായ വിഷയങ്ങൾ ഷെയ്ക്ക് ചെയ്യാനുള്ളതായ ഒരു ശക്തി ദൈവത്തിന്റെ ശബ്ദത്തിനകത്തുണ്ട്. എത്ര വിശ്വസിക്കുന്നു? ഹല്ലേലൂയ ഹല്ലേലൂയ. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുവേടാ, ഇതൊന്ന് മൂവ് ചെയ്തിരുന്നെങ്കിൽ, ഇതൊന്ന് ഷെയ്ക്ക് ചെയ്തിരുന്നെങ്കിൽ, ഇതിൽ മേലൊരു വിടുതൽ കർത്താവേ ഒന്ന് നീ അയച്ചിരുന്നതിലൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. ആ ഫയൽ ഒന്നും മൂവ് ചെയ്യുന്നില്ല, ഒരു ഷെയ്ക്കുമില്ല, അവിടെ തന്നെ വലിയ പാറ പോലെ വലിയ കല്ല് പോലെ ഇരിക്കുകയാണ്. എന്നാൽ ഇന്ന് കാലം ഞാൻ വിളിച്ചു പറയട്ടെ, ഹല്ലേലൂയ, എനിക്കും നിനക്കും മൂവ് ചെയ്യാൻ സാധിക്കാത്തത്, എനിക്ക് നിനക്കും ക്ഷയിക്കുവാൻ സാധിക്കാത്തത് ദൈവത്തിന്റെ ശബ്ദത്തിന് കഴിയും. അത് വിശ്വസിക്കുന്നവരെ കർത്താവിന് മഹത്വം കൊടുത്താണ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ ശബ്ദത്തിന്റെ ഒരു പ്രത്യേകത തകർക്കുന്നതാണ് ദൈവത്തിന്റെ ശബ്ദം. വീണ്ടും വായിക്കുന്നുണ്ട്, യഹോവ ലേബാനോനിലെ ദേവദാരുകളെ തകർക്കുന്നു. അതിനുശേഷം നമ്മൾ താഴോട്ട് വായിച്ചു വരുമ്പോൾ യഹോവയുടെ ശബ്ദം അഗ്നിജാലകളെ ചിഹ്നിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ബ്രേക്ക് ചെയ്യുവാൻ മാത്രമല്ല ഷെയ്ക്ക് ചെയ്യുവാനും കഴിവുള്ളതായ ശബ്ദം. അതുപോലെ തന്നെ താഴോട്ട് വായിച്ചു വരുമ്പോൾ ഹല്ലേലൂയ, യഹോവയുടെ ശബ്ദം മാൻപടകളെ
പ്രസവിക്കുമാറാക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേക്സ് നിർമ്മിക്കുന്ന യഹോവയുടെ ശബ്ദത്തിന് എന്താണ് ചിലതിനെയൊക്കെ നിർമ്മിക്കുവാൻ കഴിവുണ്ട് എന്ന് വളരെ എത്ര വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഒന്നുമില്ലായ്മയെന്ന് സകലത്തെയും വിളിച്ചു വരുത്തതായ കർത്താവ്. വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ വെളിച്ചമുണ്ടായി. ഹല്ലേലൂയ. എല്ലാത്തിനെയും തന്റെ ശബ്ദം കൊണ്ട് വിളിച്ചു വരുത്തതായ കർത്താവ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്തുമാണ്? ഹല്ലേലൂയ. അവന്റെ ശബ്ദം കൊണ്ട് എന്തുമാണ് ചിലതിനൊക്കെ ഉണ്ടാക്കുവാനായിട്ട് നമ്മുടെ കർത്താവിന് കഴിയും. ഹല്ലേലൂയ. നീ കാണുന്നില്ല, ഇതെങ്ങനെ നടക്കുമെന്ന് നീ ചിന്തിക്കുന്നുവെങ്കിൽ ഇന്ന് പോൽക്കാലം എത്ര പേര് വിശ്വസിക്കുന്നു, കർത്താവേ എനിക്ക് വേണ്ടി നിനക്കത് ഉണ്ടാക്കുവാൻ സാധിക്കും, എനിക്ക് വേണ്ടി നിനക്കത് നിർമ്മിക്കുവാൻ സാധിക്കും. എത്ര പേര് വിശ്വസിക്കുന്നു സ്തോത്രം ചെയ്യാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന്റെ ശബ്ദം എന്തുവാണ്? ഷെയ്ക്ക് ചെയ്യും. ദൈവത്തിന്റെ ശബ്ദം എന്തുവാണ്? ബ്രേക്ക് ചെയ്യും ചിലതിനെയൊക്കെ. ദൈവത്തിന്റെ ശബ്ദം എന്തുവാണ്? ചിലതിനെയൊക്കെ മേക്സ് ചെയ്യും, അതുപോലെ നിർമ്മിക്കും. ആ ദൈവത്തിന്റെ ശബ്ദത്തിനായി നമുക്ക് പലപ്പോഴും നമ്മൾ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാറുണ്ട്. എന്നാൽ ശബ്ദം കേൾക്കുമ്പോഴേ ആ ശബ്ദം നമുക്ക് റെക്കഗ്നൈസ് ചെയ്യുവാൻ, തിരിച്ചറിയുവാൻ സാധിക്കുന്നു. നമ്മൾ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം വായിക്കുമ്പോൾ ലവോദിക്ക സഭയോട് പറയുന്നുണ്ട്, ഞാൻ ഹല്ലേലൂയ വാതിൽക്കൽ മുട്ടുന്നു, എന്റെ ശബ്ദം കേട്ട് ആരെങ്കിലും വാതിൽ തുറന്നാണ് ഞാൻ അകത്ത് വന്ന് ഞാൻ നിന്നോടുകൂടി നീ എന്നോടുകൂടി എന്താണ് അത്താഴം അഴിക്കും. അപ്പോൾ എന്തുവാണ്? ഞാൻ വിശ്വസിക്കുന്ന കർത്താവ് തന്റെ ശബ്ദം എന്തുവാണ്? നമ്മുടെ ഹൃദയമാകുന്നതായ ഹല്ലേലൂയ ഈ ഡോറിൽ എപ്പോഴും മുട്ടുന്നുണ്ട് നമ്മളൊന്ന് കേൾക്കുവാനായിട്ട്. എന്നാൽ അവന്റെ ശബ്ദം കേൾക്കുമ്പോൾ എന്തുവാണ്? അത് റെക്കഗ്നൈസ് ചെയ്യണം. അവന്റെ ശബ്ദം കേട്ടെങ്കിൽ മാത്രമേ നമുക്ക് ഹല്ലേലൂയ ആ ഹൃദയത്തിന്റെ വാതിൽ തുറക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മുടെ വീട്ടിൽ ആരെങ്കിലും കടന്നു വന്ന് ഒന്ന് നോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കേൾക്കും ശബ്ദം. ആ ശബ്ദം കേൾക്കുമ്പോഴാണ് നമ്മൾ കടന്നുപോയി എന്താണ് വാതിൽ തുറന്നു കൊടുക്കുന്നത്, ആളുകൾ അകത്തേക്ക് വരുന്നത്, നമ്മൾ ക്ഷണിക്കുന്നു, ആളുകളെ ഇരുത്തുന്നു എന്ന് പറഞ്ഞതുപോലെ കർത്താവിന്റെ ശബ്ദം എന്തുവാണ്? എന്നിലും നിന്നിലും എപ്പോഴും നമ്മുടെ ഹൃദയത്തോട് കർത്താവ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്നാൽ കർത്താവ് സംസാരിക്കുമ്പോൾ അത് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത് യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായത്തില്, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. ഹല്ലേലൂയ. ഞാൻ പറയുമ്പോൾ ആടുകൾ അകത്ത് വരുന്നു, ഞാൻ പറയുമ്പോൾ ആടുകൾ പുറത്തു പോകുന്നു. ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ ശബ്ദം ശ്രമിക്കുവാനായിട്ട് നമ്മളെ തന്നെ വിട്ടുകൊടുക്കാം. പലതരത്തിലുള്ളതായ ശബ്ദങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ഇന്റേണൽ ഒരു വോയിസ് ഉണ്ട്, നമ്മൾ തന്നെ സംസാരിക്കും. എപ്പോഴും എന്തുവാണ്? നമ്മുടെ ഇഷ്ടം, നമ്മുടെ ഇച്ഛ, നമ്മുടെ താല്പര്യം എന്തുവാണ്? ഇത് നമ്മളോട് സംസാരിച്ചുകൊണ്ട് അത് നമ്മുടെ ഓൺ വോയിസ്, അല്ലെങ്കിൽ ഒരു ഇന്റേണൽ വോയിസ്. ഇന്ന് പലപ്പോഴും ആരാധന കഴിഞ്ഞ് എവിടെ പോയി, എന്ത് കഴിക്കണം, ആരെ കാണണം, ഇതെല്ലാം എന്തുവാണ്? ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഇന്റേണൽ വോയിസ് നമുക്കെല്ലാം ഉണ്ട്. അത് നമ്മുടെ ശബ്ദം എന്ന് പറയാം. എന്നാൽ മറ്റൊരു ശബ്ദമുണ്ട്, സാത്താന്റെ ശബ്ദം. അതും പലപ്പോഴും സംസാരിക്കാറുണ്ട്. അവിടെയാണല്ലോ ആദവും ഹവ്വയും പരാജയപ്പെട്ടത്. ഹല്ലേലൂയ. ആ ശത്രുവിന്റെ, ആ സാത്താന്റെ, പാമ്പിന്റെ എന്തുവാണ് ശബ്ദം? എന്തുവാണ്? അവരെ കേൾക്കുന്നു. എന്നാൽ മറ്റൊരു ശബ്ദമുണ്ട്, നമ്മുടെ കർത്താവിന്റെ ശബ്ദം. ഹല്ലേലൂയ. എന്നാൽ പല ബഹളങ്ങളുള്ളതായ ഒരു ലോകത്താണ് നമ്മൾ ഹല്ലേലൂയ ജീവിക്കുന്നത്. ഒത്തിരി അവശബ്ദങ്ങളുണ്ട്. എന്നാൽ ഈ ദിവസങ്ങൾ എന്തുവാണ്? ആ അവശബ്ദങ്ങളുടെ മധ്യത്തിൽ ഒത്തിരി ശബ്ദങ്ങളുള്ളതായ ഈ ലോകത്തിൽ എന്തുവാണ്? കർത്താവിന്റെ ശബ്ദം കേൾക്കുവാനായിട്ട് നമ്മുടെ ചെവികളെ ട്യൂൺ ചെയ്യണം. കർത്താവിന്റെ ശബ്ദം കേൾക്കുവാനായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ തുറക്കണം. നമ്മുടെ ഹൃദയത്തിന്റെ വാതിൽ നമ്മൾ ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ ശബ്ദം കേൾക്കുമ്പോൾ തുറന്നു കൊടുക്കുന്നുവെങ്കിൽ എന്തുവാണ്? കർത്താവ് ചെയ്യേണ്ടതൊക്കെ ചെയ്യും. നിർമ്മിക്കേണ്ടതിനെ കർത്താവ് നിർമ്മിക്കും. ഹല്ലേലൂയ. കുലുക്കേണ്ടതിനെ കർത്താവ് കുലുക്കും. ഹല്ലേലൂയ. ചിന്തിക്കേണ്ടതിനെ കർത്താവ് ചിന്തിക്കും. ഹല്ലേലൂയ. അവന്റെ ഇഷ്ടം പോലെ അവൻ ചെയ്യും. എന്നാൽ അവന്റെ ശബ്ദം കേട്ട് അനുസരിച്ച് ഹല്ലേലൂയ എന്റെ ആടുകളെ എന്റെ ശബ്ദം കേൾക്കുമെന്ന് കർത്താവ് പറഞ്ഞതുപോലെ ഈ ദിവസങ്ങൾ എന്തുമാണ്? കർത്താവിന്റെ ശബ്ദം കേൾക്കുവാനായിട്ട് നമ്മളെ തന്നെ വിട്ടുകൊടുക്കാം. എത്ര പേർ ആഗ്രഹിക്കുന്നു, കർത്താവേ അങ്ങയുടെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമേ. ഈ ദിവസങ്ങൾ പ്രിയമുള്ളവരെ, കർത്താവിന്റെ ശബ്ദം എങ്ങനെ നമുക്ക് കേൾക്കുവാൻ സാധിക്കും? ദൈവവചനം വായിക്കുമ്പോൾ കർത്താവിനോട് സംസാരിക്കും, ആരാധിക്കുമ്പോൾ കർത്താവിനോട് സംസാരിക്കും, പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനോട് സംസാരിക്കും. ഈ ദിവസങ്ങൾ ഹല്ലേലൂയ കർത്താവിനോട് സംസാരിക്കണമേ എന്നുള്ളതായ നമ്മൾ പലപ്പോഴും ഇതൊരു ഒരു നല്ല വാക്കായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. കർത്താവെ അങ്ങയുടെ മാറ്റമില്ലാത്ത ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണം എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ പ്രാർത്ഥിക്കാറുമുണ്ട്. അതൊക്കെ നല്ല കാര്യമാണ്. എന്നാൽ അതിലുപരി നമ്മളെ തന്നെ ഇന്ന് രാത്രികാലം ഒന്ന് ആത്മാർത്ഥമായിട്ട് ഒന്ന് സ്വയപരിശോധന, കർത്താവെ ഞാൻ സിൻസിയറായിട്ട് കർത്താവെ അങ്ങയുടെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നു, നീ വിശ്വസിക്കുന്നുവെങ്കിൽ നീ യാത്ര ചെയ്യുന്നതിന്റെ കാറിൽ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ സാധിക്കും. നീ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ കർത്താവിന്റെ ശബ്ദം കേൾക്കുവാൻ സാധിക്കും. നീ ജോലി സ്ഥലത്തായിരിക്കുമ്പോൾ കർത്താവിന്റെ ശബ്ദം കേൾക്കുവാൻ സാധിക്കും. നീ ഒറ്റയ്ക്ക് നിന്റെ റൂമിലായിരിക്കുമ്പോൾ കർത്താവിന്റെ ശബ്ദം കേൾക്കുവാൻ സാധിക്കും. നിന്റെ ബെഡ്റൂമിൽ ഇറങ്ങി വന്ന് കർത്താവിനോട് സംസാരിക്കും. നിന്റെ ബെഡ്റൂമിൽ കർത്താവിന്റെ ശബ്ദം നിനക്ക് കേൾക്കുവാൻ സാധിക്കും. ഇന്ന് രാത്രികാലം എത്ര പേര് പറയുന്നു, എത്ര പേര് വിശ്വസിക്കുന്നു, കർത്താവേ അങ്ങയുടെ ശബ്ദം ഈ ദിവസങ്ങളിൽ എന്നെ ഒന്ന് കേൾപ്പിക്കണമെന്ന്.